മലപ്പുറം എടയൂരിൽ വാർത്താ ചിത്രീകരണത്തിനിടെ പള്ളിയുടെ മിനാരത്തിൽ കുടുങ്ങിയ ഡ്രോൺ തിരികെയെടുത്ത് നൽകി കേരള ഫയർഫോഴ്സ്. ചാനലിനു വേണ്ടി ചിത്രീകരണം നടത്തുന്നതിനിടെ പള്ളിയുടെ മിനാരത്തിൽ കുടുങ്ങിയ ഡ്രോൺ തിരികെയെടുത്ത് നൽകി ഫയർഫോഴ്സ് സംഘം. ഞായറാഴ്ച രാവിലെ 8:30യോടെയായിരുന്നു സംഭവം. ഒരു മുഖ്യധാര വാർത്താ ചാനലിനു വേണ്ടി എടയൂർ മൂന്നാക്കൽ പള്ളിയിലെ അരി വിതരണം ചിത്രീകരിക്കുന്നതിനു വേണ്ടി എത്തിയ മാധ്യമപ്രവർത്തകൻ തന്റെ കൈവശമുണ്ടായിരുന്ന ഡ്രോൺ ക്യാമറ ഉപയോഗിച്ച് ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടയിലാണ് ഉപകരണം പള്ളിയുടെ മിനാരത്തിൽ കുടുങ്ങിയത്. വളരെ ഉയരത്തിൽ കുടുങ്ങിയ ഉപകരണം എടുക്കാൻ ഏറെ ശ്രമങ്ങൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടതിനെ തുടർന്ന് ഫയർഫോഴ്സിൽ സഹായം അഭ്യർത്ഥിക്കുകയായിരുന്നു. തുടർന്ന് തിരൂരിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘവും സിവിൽ ഡിഫൻസ് അംഗങ്ങളും ചേർന്ന് പള്ളി അധികൃതരുടെ അനുവാദത്തോടെ പള്ളിയിൽ പ്രവേശിച്ച് ഏറെ ഉയരത്തിലുള്ള മിനാരത്തിൽ കുടുങ്ങിയ ഡ്രോൺ മുളവടിയും മറ്റും ഉപയോഗിച്ച് കേടുപാടുകൾ വരാതെ താഴേക്കിറക്കി. സർക്കാരിന്റെ ഏജൻസിയാണ് കേരള അഗ്നിരക്ഷാസേന. അപ്പോൾ സ്വാഭാവികമായിട്ടും വിലപിടിപ്പുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, ആർട്ടിക്കിളാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞങ്ങൾ പിന്നെ മറ്റൊന്നും ആലോചിക്കാതെയാണ് ഞങ്ങൾ ഓടിയെത്തിയത്. അതിന് കൂടുതൽ ഇത്രയും ചരിത്രപരമായ പശ്ചാത്തലമുള്ള ഒരു പള്ളിയാണ് മൂന്നാക്കൽ പള്ളി. ഒരുപാട് അത്രയും കാരുണ്യത്തിന്റെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത് അറിയാൻ നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരു സാഹചര്യത്തിൽ സാധിച്ചു. എന്തായാലും വലിയ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇതിൽ ഭാഗമാക്കായ എല്ലാവരെയും ഞങ്ങൾ ഇതിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനി ശ്രദ്ധിക്കാം. നമ്മുടെ ഡ്രോൺ ഇതൊക്കെ അവർക്ക് കൃത്യമായിട്ട് അതിന്റെ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുക. ഇത് വേണം നമ്മളിങ്ങനെയുള്ള സാഹചര്യം. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഇതാണ് ഒരു മുന്നറിയിപ്പാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് അത് ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രിക്കോഷൻസ് എങ്ങനെ എടുക്കാം എന്നുള്ളതിനുള്ളൊരു നമുക്കൊരു ഇതും കൂടി കിട്ടി, ഒരു പാഠം കൂടിയാണ്. ഓക്കെ, എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല. ഓക്കെ, സന്തോഷം, താങ്ക്സ്. ഇന്ന് രാവിലെയാണ് 8 മണിക്ക് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇത് അരി കൊടുക്കലായിരുന്നു, ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നായിരുന്നു ന്യൂസിന് വേണ്ടിയിട്ട്. അതിനകത്ത് കുടുങ്ങി കുറേ ശ്രമങ്ങൾ നടത്തി. ലാസ്റ്റാണ് തിരൂർ ഫയർഫോഴ്സിനെ ബന്ധപ്പെടുന്നത്. ഉടനടി സാറ് ഇവിടെ ബന്ധപ്പെട്ടു, നമ്മൾ വരാമെന്ന് ഉറപ്പ് വന്നു. എന്തായാലും വലിയ സന്തോഷം. കാരണം ഇത് പോയിന്ന് വെച്ചാണ്, കാരണം നിങ്ങൾ വന്നിട്ട് എടുത്തു തന്നു. കാരണം 4 ദിവസം കെട്ടിയിട്ടാണ് ഇതിന്റെ മേലേക്ക് പെയിന്റടിക്കാരടക്കം കയറിയെന്ന് പറഞ്ഞു. എന്തായാലും അല്പം 2-3 മണിക്കൂറിന്റെ ഇതിൽ തന്നെ തിരിച്ചെടുക്കാൻ നന്ദിയുണ്ട്. എന്തായാലും സന്തോഷം. തീർച്ചയായിട്ടും. സന്തോഷം. സ്റ്റേഷൻ ഓഫീസർ ഫാഹിദ്, സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മദനമോഹനൻ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ നസീർ, ആദർശ്, ഹോംഗാർഡ് സുരേഷൻ, ഡ്രൈവർ നൌഫൽ എന്നിവരടങ്ങിയ സംഘമാണ് ഡ്രോൺ താഴെ ഇറക്കുന്ന പ്രവൃത്തിക്ക് നേതൃത്വം നൽകിയത്. ന്യൂസ് ഡെസ്ക്, വളാഞ്ചേരി ഓൺലൈൻ.